മലബാർ കൈപ്പാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയും മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൈപ്പാട് ഫെസ്റ്റ് ജൂലൈ 19 മുതൽ 21 വരെ ഏഴും കൈപ്പാട് പ്രദേശത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൃഷി, ഈ ആവാസ വ്യവസ്ഥ നിലനിൽക്കേണ്ടതിന്റെ പ്രാധാന്യം, ഈ അരിയുടെ ജൈവാംശം ഒക്കെ നമ്മുടെ മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യം, അത് ഈ ബോധവൽക്കരണത്തോടെയും ഇതിന്റെ കൃഷി രീതികൾ നേരിട്ട് മനസ്സിലാക്കാനും ഈ കൃഷിന്റെ ഈ ആവാസ വ്യവസ്ഥ മനസ്സിലാക്കാനും ആണ്. ഇപ്പം പഴയ നമ്മുടെ കൈപ്പാടിന്റെ പ്രതാപം ഭാവിയിൽ എല്ലാ വർഷവും ഇതേപോലെ കുറച്ചുകൂടി വിപുലമായി നടത്തണം. അതേസമയം കൃഷി ചെയ്യുന്നതിന്റെ ഏക്കർ ഇങ്ങനെ കൂടി വരണമെന്ന് നമ്മൾ ഓരോ കൊല്ലം ആഗ്രഹിക്കുന്നത്. അത് ലക്ഷ്യം വെച്ചിട്ടാണ് പ്രഥമമായി ഇങ്ങനെ ഒരു മലബാർ കൈപ്പാട് ഫെസ്റ്റ് നടത്തുന്നത്. കുറേയേറെ ആളുകളെല്ലാം ഈ പ്രത്യേകിച്ചിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൃഷിക്കാർക്കുണ്ട്, തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, ഒട്ടേറെ പ്രതിസന്ധികൾ, കാലാവസ്ഥാ വ്യതിയാനം, നമുക്കൊരു തകർത്ത് പെയ്യേണ്ട മഴ ജൂലൈ ഈ മാസം ഇന്നും നാളെയിലായിട്ട് തകർത്ത്, പക്ഷെ വളരെയധികം മാറ്റങ്ങളാണ് കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ആഭിമുഖ്യത്തിൽ ആണ് ഇത് നടക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളെല്ലാം സഹകരണം വേണം. ഇതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു. നമുക്ക് അടുത്ത വർഷം ഇതിന് ഇപ്രാവശ്യം ചെയ്യുന്നതിന്റെ ഇരട്ടി കൃഷി ചെയ്യാനും കുറെ ആളുകൾ അതിന്റെ കൂട്ടായിട്ടോ ഒറ്റക്കായിട്ടോ ഇത് നടത്താനും നമുക്ക് പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആന്തരികമായ ഉദ്ദേശം. നോക്കുന്ന ഒരു മേഖലയാണ് തീരദേശ നെൽകൃഷി ഭൂമിയായ കൈപ്പാട്. അത് ശരിക്കും നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള രൂപത്തിലുള്ളത്, അത് പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടാവണം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ആത്യന്തികമായ ലക്ഷ്യം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 26 വർഷത്തെ കാർഷിക സർവകലാശാലയുടെ ഇടപെടലിലൂടെ തന്നെ ഇവിടത്തേക്ക് വേണ്ടുന്ന ഇനങ്ങളായാലും ഭൗമസൂചിക പദവി ആയാലും അതിനുശേഷം ഇതിനൊക്കെ കോർത്തിണക്കാൻ 3 ജില്ലയിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ 3 ജില്ലയിലേക്കും കോർത്തിണക്കാൻ വേണ്ടി മലബാർ കൈപ്പാട് ഫാമേഴ്സ് സൊസൈറ്റി ആയാലും അതിനെ അപ്ഗ്രേഡ് ചെയ്ത് മലബാർ കൈപ്പാട് ഫാം പ്രൊഡ്യൂസർ കമ്പനി ആയാലും ഗവൺമെന്റ് തന്നെ നേരിട്ട് നോക്കാൻ വേണ്ടി ഏജൻസിയും എല്ലാ സെറ്റപ്പുകളും, അത് കഴിഞ്ഞ് നമ്മുടെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിന് മാർക്കറ്റിംഗ്, ആമസോൺ ആയാലും എക്സ്പോർട്ട് മാർക്കറ്റിംഗ് എല്ലാം എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ കൃഷിക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉൽപാദനം ഉണ്ടാവും, പക്ഷേ മാർക്കറ്റിലേക്ക് ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ ലോ പ്രൈസിന് വിറ്റ് കഴിച്ചു, അല്ലെങ്കിൽ പോയി അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ സാഹചര്യം നേരെ തിരിച്ചാണ്. അതായത് മാർക്കറ്റും ബ്രാൻഡ് ഇന്റർനാഷണൽ തലത്തിൽ കിട്ടിയിരിക്കുന്നു, ഡിമാൻഡ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ താഴെക്കടയിൽ നടക്കേണ്ട ഉൽപാദനം നടക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതിനുള്ള പല പ്രശ്നങ്ങളില്ലെങ്കിൽ, അതായത് സാധാരണ കൃഷി സ്ഥലം തന്നെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്തും കൃഷി അന്വേഷിക്കുന്നതാണ് നിങ്ങൾ ജനറലായിട്ട് നോക്കിയത്. അപ്പോൾ നെൽകൃഷി സ്ഥലമായാലും യന്ത്രവൽക്കരണം ഉണ്ടായാലും പോലും ധരിച്ചിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പൊ ആ ഒരു പ്രശ്നം നിലനിൽക്കെ അത് കൈപ്പാടുണ്ടാവുമല്ലോ. പക്ഷെ ഇത് ഒന്നും കൂടെ ഈ റിസ്ക് പ്രോൺ കൂടിയാണ്, അതായത് യന്ത്രവൽക്കരണത്തിന്റെ പ്രശ്നങ്ങളും അങ്ങനെയല്ല. അപ്പോൾ കൃഷിക്കാരെ ഇതിൽ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഈ കൃഷി സമ്പ്രദായം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉദ്ദേശം. ആ നിലയിൽ നമ്മുടെ ഈ മലബാർ കൈപ്പാട് സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ കമ്പനിയുടെയും പരിധിയിൽപ്പെട്ട 52 വില്ലേജുകൾ, തീരദേശ എന്ന വില്ലേജുകളെ പഞ്ചായത്തുകളെ, ആ പഞ്ചായത്തുകളെ ആകെ നമുക്ക് കോർത്തിണക്കിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോത്സാഹനവും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള നമ്മൾ നിലവൊരുക്കുക എന്ന് പറയുന്നത്, അത് ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നത്. ആ നിലയിലേക്ക് അതിന് ഓരോ കൊല്ലവും ഓരോ കൈപ്പാട് ഏരിയയും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പി ഗോവിന്ദൻ, ടി വനജ, MK സുകുമാരൻ, PV ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വർത്തമാന ന്യൂസ് പഴയങ്ങാടി. പഴയ നമ്മുടെ പ്രതാപം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഈ ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ